പ്രിയ സഹോദരരെ, ഇന്ന് ഞാൻ ലൈവിൽ വരാൻ കാരണം വന്ദനായ ഒരു പുരോഹിതൻ, അതായത് ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതൻ കാരണമാണ്. ഞാനൊരു പുരോഹിതന്, അതായത് അദ്ദേഹത്തിൻ്റെ പേര് പുതുശ്ശേരി അച്ഛൻ എന്നാണ്. അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കാലങ്ങൾക്ക് മുൻപിട്ടിരുന്നു. അതായത് അത് ഇപ്രകാരമാണ്: അച്ഛാ, ഞാൻ ഓർത്തഡോക്സ് സഭയിലെ ആണ്. ഞാൻ കുർബാന കാണാൻ പോകാറില്ല, എങ്കിലും ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ അതും ഇപ്പോൾ നിർത്തി. എഴുതിയാൽ തീരത്തില്ല, കാരണം എഴുതിയാൽ തീരത്തില്ല. അതുകൊണ്ട് അച്ഛൻ എൻ്റെ വാട്സാപ്പിൽ നമ്പർ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ധാരാളം പ്രാവശ്യം സംസാരിച്ചു. എന്നാൽ 2 ദിവസം മുൻപേ എനിക്കൊരു ഫോൺ കോൾ വന്നു. എനിക്ക് പരിചയമില്ലാത്ത ആളായിരുന്നതിനാൽ ആരാണെന്ന് ചോദിച്ചു. അദ്ദേഹം പേര് പറഞ്ഞു, ഫാദർ വരഞ്ഞുവിള എന്ന് പറഞ്ഞിട്ട് എന്നോട് അച്ഛനാണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ വിളിക്കാൻ കാരണം? അപ്പോൾ പറഞ്ഞു, താങ്കൾ എൻ്റെ കൂട്ടുകാരൻ പുതുശ്ശേരിക്ക് ഒരു മെസ്സേജ് ഇട്ടത് കാണാനിടയായി, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചത്. അങ്ങനെ സംസാരം തുടങ്ങി. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ഇന്ന സ്ഥലത്തായിരുന്നു, ഇന്ത്യക്ക് വെളിയിൽ. എനിക്ക് പട്ടം നൽകിയത് പാത്രിക സ്വഭാവമാണ് എന്നല്ല. എന്നിട്ട് അദ്ദേഹം സംസാരത്തുണ്ട്. ഇടയിൽ ഞാൻ പറഞ്ഞു, അച്ഛാ, ഇതുവരെയും താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു, ഇനി ഞാൻ കൂടി ചില കാര്യങ്ങൾ പറയട്ടെ, അല്ല സഭയിലെ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അച്ഛാ, യേശുവിൻ്റെ ജന്മപ്പെരുന്നാൾ ശുശ്രൂഷയ്ക്കിടയിൽ കൂർത്തോല കത്തിക്കാൻ പോകുന്നത് എന്തിനാണ്? നമ്മൾ യേശുവിൻ്റെ ജന്മത്തിന് പെരുന്നാളിനാണോ പ്രാധാന്യം നൽകുന്നത്, അതോ കുരുത്തോല കത്തിക്കുന്നതിനാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശു ജനിച്ചപ്പോൾ വിദ്വാൻമാർ പൊന്നും ഒരു കുന്തിരക്കം ഇവ കാഴ്ചവെച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കായി കുരുത്തോല കത്തിക്കുമ്പോൾ വിശ്വാസികൾ കുന്തിരക്കം ചാത്തിയിലിടുന്നു എന്ന്. ഇതിന് അഗ്നിശുശ്രൂഷ എന്നോ മറ്റോ ആണ് അയാൾ പറഞ്ഞത് എന്ന് തോന്നുന്നു. ഏതായാലും അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, യേശു ജനിച്ചു കഴിഞ്ഞല്ലേ വിദ്വാൻമാർ പൊന്നും ഒരു കുന്തിരക്കം കാഴ്ചവെച്ചത്? അപ്പോൾ ജനനപ്പെരുന്നാൾ ശുശ്രൂഷ കഴിഞ്ഞ് അഗ്നി ശുശ്രൂഷയോ തീനാള ശുശ്രൂഷയോ നടത്തി കുന്തിരക്കം ഇട്ടാൽ പോരെ? ആ ചോദ്യം അദ്ദേഹത്തിന് പിടിച്ചില്ല. വീണ്ടും ഞാൻ ചോദിച്ചു, അച്ഛാ, ഒരു വിശ്വാസി മരിച്ചാൽ ശരീരം അടക്കുന്നതിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് വീടിനുള്ളിൽ വെച്ച് 2 പ്രാർത്ഥനയും വീടിന് വെളിയിൽ വെച്ച് 1 പ്രാർത്ഥനയും, ഇത് എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ ഉദ്ദേശമാണ് എന്താണ്? അതുകൊണ്ടുള്ള പ്രയോജനം എന്ന്. വീണ്ടും മൃതശരീരം പള്ളിയിൽ വെച്ച് ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് മൃതശരീരത്തിൽ ഒരു തൈലം ഒഴിക്കും. എന്നിട്ട് എന്താണ് ആ പുരോഹിതൻ പറയുന്നത് അഥവാ ചൊല്ലുന്നത്? ഇതേക്കുറിച്ചൊന്ന് പറഞ്ഞു തരിക. ഉടനെ ആ പുരോഹിതൻ മറുപടി തന്നു, താങ്കളുടെ ഇടവകയിലെ വികാരിയോട് ചോദിക്കുകയെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ്റെ ഇടവകയിൽ ഈ ആചാരങ്ങളൊന്നും ഇല്ലേ? അങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചു. അദ്ദേഹത്തിനും എല്ലാത്തിനും അദ്ദേഹം വികാരിയോട് ചോദിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് പുരോഹിതവർഗം. ഇനി ഈ പുരോഹിതവർഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാതിരിക്കാനൊക്കത്തില്ല. യേശു ഈ ലോകത്തിൽ ജനിച്ചു. എത്ര പുരോഹിതന്മാർ യേശുവിനെ കാണാൻ പോയി? ആരും പോയില്ല. എന്നിട്ടും വിദ്വാൻമാർ കാഴ്ചവെച്ചതിനെ ആഘോഷിക്കുന്നു. യേശു ക്രൂശിൽ മരിച്ചു. എത്ര പുരോഹിതന്മാർ യേശുവിൻ്റെ ശരീരം അടക്കാൻ പോയി? എത്ര പേർ ധൂപക്കുറ്റി വീശി? എത്ര പ്രാർത്ഥന നടത്തി? യോഹന്നാൻ സ്നാപകൻ കാരാഗ്രഹത്തിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടു. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. ഇവിടെയൊക്കെ എത്ര പുരോഹിതന്മാർ പ്രാർത്ഥിക്കുകയോ ശുശ്രൂഷ നടത്തുകയോ ശുശ്രൂഷ നാടകം നടത്തി തൈലം ഒഴിച്ചു. ഒന്ന് മനസ്സിലാക്കണം, നല്ല ശമരിയക്കാരിൽ എന്തുകൊണ്ട് ഒരു പുരോഹിതനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? അങ്ങനെ പുരോഹിതനെക്കുറിച്ച് പറയാൻ കാരണം
ലോകം മനസ്സിലാക്കണം. ഒരു പുരോഹിതൻ പുറമെ എന്താണ്, അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണെന്ന് തുറന്നു കാട്ടുകയായിരുന്നു അവിടെ. ഇനി ഈ പുരോഹിതവർക്ക് യേശുവിനെ കൊല്ലാൻ കാരണം, യേശു ലോകത്തിൽ വന്നു ജനിക്കുന്നതിന് മുൻപ് ജനങ്ങൾ പുരോഹിതന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും കൂടെ അവർ പറയുന്നത് കേട്ടനുസരിച്ച് നടന്നിരുന്നു. എന്നാൽ യേശു വന്നു കഴിഞ്ഞ് പ്രവർത്തനം തുടങ്ങിയപ്പോൾ പുരുഷാരം മുഴുവൻ യേശുവിൻ്റെ പുറകെ പോയി. ഈ പുരോഹിതവർഗത്തിന് സഹിച്ചില്ല. അതുകൊണ്ട് യേശുവിനെ കൊല്ലണം എന്ന് തീരുമാനിച്ചു. എന്നാൽ ഈ പുരോഹിതവർഗത്തിന് അറിയില്ലായിരുന്നു യേശു മരിച്ചാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. കാരണം യേശു തൻ്റെ ശിഷ്യന്മാരോട് മാത്രമേ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നുള്ളൂ. ഇനിയും വിശുദ്ധ ബൈബിൾ നോക്കാം. മർക്കോസ് 11:15 മുതൽ. അവൻ യെരൂശലേമിലെത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി. നാണയമാറ്റക്കാരുടെ വേശ്യകളും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെ മറിച്ചിട്ടു. എന്നിട്ട് എൻ്റെ ആലയം സകല ജനതകൾക്കുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അത് കേട്ട മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടതിന് തക്കം നോക്കി നടന്നു. ജനങ്ങൾ അവൻ്റെ ഉപദേശങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതിനാൽ അവർ അവനെ ഭയപ്പെട്ടു. അങ്ങനെ പുരോഹിതവർക്ക് യേശുവിനെ ക്രൂശിക്കാൻ ജനങ്ങളെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചു, ക്രൂശിൽ തൂക്കി. ഇനി ഇന്നത്തെ ഓർത്തഡോക്സ് സഭയെക്കുറിച്ച് പറയാൻ, തോമാസ് ലീഹ സ്ഥാപിച്ച സഭ എന്താണെന്ന് അവർ അവകാശപ്പെടുന്നത്. അതും പോരാഞ്ഞ് തോമാസ് ലീഹയുടെ സിംഹാസനം കാതോലിക്കായി കൊടുത്തിട്ടാണ് പോയത്. ആരും അത് നിശ്ചയിക്കേണ്ട. തോമാസ് ലീഹ വന്ന് പള്ളികൾ സ്ഥാപിച്ചു, കുറച്ചുപേരെ ക്രിസ്ത്യാനികളാക്കി. എന്നാൽ തോമാസ് ലീഹയുടെ സിംഹാസനം കാതോലിക്കായ്ക്ക് നൽകിയെങ്കിൽ അന്ന് ഏത് കാതോലിക്ക ആണ് ഉണ്ടായിരുന്നത്? ഇത് അന്ത്യകാലമാണ്. അന്ന് യെരൂശലേം ദേവാലയത്തിൽ യേശു കണ്ടതിൽ കൂടുതൽ ആണ് ഇന്ന് ദേവാലയങ്ങളിൽ നടക്കുന്നത്. ആദ്യഫല പെരുന്നാൾ, അത് കൊണ്ടുവരേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോട്ടീസ് ഇറക്കും. സ്വർണം, വെള്ളി, ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള പെർഫ്യൂം, തുണിത്തരങ്ങൾ, അങ്ങനെ പോകുന്ന ലിസ്റ്റ്. ഇവിടെ ആദ്യ ഫല പെരുന്നാൾ എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ഇനിയും ഫാദർ കോശി ജോർജ് വരഞ്ഞവിള, താങ്കൾ വത്തിക്കാനിൽ നടക്കുന്ന ലോകമത പാർലമെൻറ്റിൽ പ്രത്യേക ക്ഷണിതാവായി പോയ സമയത്ത് ഭാര്യയും കൂട്ടി ഇന്ന് ഈ കൂട്ടർക്ക് ആത്മീയത പേരിന് മാത്രം ലൗകികതയാണ് അവർ പ്രാധാന്യം നൽകുന്നത്. ഇതിൽ വരഞ്ഞവിള ഭാര്യയോട് പോപ്പിൻ്റെ കൂടെ ഭാര്യയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും. ബാക്കി പിന്നാലെ.